നമസ്കാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം നിത്യവും ജപിക്കാത്ത ഒരു കൃഷ്ണഭക്ത പോലും കാണില്ല. ഭഗവാൻ നാരായണൻ്റെ ഈ മന്ത്രം നിത്യവും ജപിച്ചാൽ തീരാ ദുരിതങ്ങളിൽ നിന്നും മഹാവ്യാധികളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കും. ഈ മഹാമന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ മന്ത്രത്തിൻ്റെ അർത്ഥവും ശക്തിയും ഒന്നും തന്നെ മനസ്സിലാക്കാതെ ഒരു വ്യക്തി ജപിച്ചാൽ പോലും അവൻ്റെ ദുരിതങ്ങളിൽ നിന്നും തീരാവ്യാധികളിൽ നിന്നും അവൻ രക്ഷ നേടും എന്നതാണ്. കലിയുഗത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മോചനം ഈ മന്ത്രജപത്തിലൂടെ സാധ്യമാകുന്നു. ഈ മന്ത്രജപത്തിന് പ്രത്യേക കാലമോ സമയമോ ഒന്നും തന്നെയില്ല. എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന മന്ത്രങ്ങളുടെ രാജാവാണ് എന്ന് തന്നെ ഈ മന്ത്രത്തെ വിശേഷിപ്പിക്കാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് പാപമുക്തി നേടാനും നമ്മളിലെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കാനും നമ്മളെ സ്വയം ശുദ്ധമാക്കാനും ഈ ഒരു മന്ത്രജപത്തിലൂടെ സാധിക്കുന്നു. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തിയതിന് ശേഷം ഈ മന്ത്രം ജപിച്ചാൽ അത്യുത്തമമാണ്. എന്നാൽ വിളക്ക് കൊളുത്താൻ സാധിക്കാത്തവർക്ക് ഈ മന്ത്രം ജപിച്ചാലും ബലത്തിൽ കുറവൊന്നും സംഭവിക്കില്ല. കഴിയുന്നവർ 8 പ്രാവശ്യം ജപിക്കുക. ഇനി അതും സാധിക്കാത്തവർക്ക് നിങ്ങൾ കഴിയുന്നത്ര പ്രാവശ്യം മന്ത്രം ജപിക്കുക. അല്ലെങ്കിൽ കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഈ മന്ത്രജപത്തിന് വേണ്ടി മാറ്റിവെക്കുക. ആ സമയത്തിനുള്ളിൽ എത്ര പ്രാവശ്യം ജപിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കുക. ഈ മഹാമന്ത്രം കുട്ടികൾക്ക് പോലും ജപിക്കാവുന്നതാണ്. അവരുടെ കുഞ്ഞു മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഭഗവാൻ അത് നടത്തിക്കൊടുക്കും. നിങ്ങൾ വിഷ്ണു ഭക്തരാണെങ്കിൽ ഭഗവാന്റെ മന്ത്രം നിത്യവും ജപിക്കുക തന്നെ വേണം. നിങ്ങൾ ഏത് പ്രശ്നത്തിലായാലും നിങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ മാറാരോഗങ്ങളിൽ അകപ്പെട്ടവരാണെങ്കിലും ഈ മന്ത്രം ജപിക്കുക. നിങ്ങൾ അതിൽ നിന്നും മോചനം ഉറപ്പായിട്ടും ഫലം കിട്ടുന്നതാണ്. കുചേലൻ ഭഗവാനെ കാണാനായി പോയപ്പോൾ തൻ്റെ ദുരിതങ്ങൾ ഒന്നും കൃഷ്ണനോട് പറഞ്ഞില്ല. ഭഗവാനെ കണ്ടപ്പോൾ തൻ്റെ കുചേലൻ്റെ കണ്ണുകൾ നിറയുകയും പറയാൻ വന്ന കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്തു. എന്നാൽ ഭഗവാൻ അറിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. അതുപോലെ നിങ്ങളുടെ ദുരിതങ്ങളും പറയാതെ തന്നെ ഭഗവാൻ ഇല്ലാതാക്കുന്നതാണ്. ഭഗവാനെ നേരിൽ കണ്ട് നമ്മുടെ ദുരിതങ്ങൾ പറയുന്നതിനേക്കാളും ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതി. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.